എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ആദർശിന്റെയും നയനയുടെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. നയന പൂജാമുറി കയറി പൂജയൊക്കെ ചെയ്ത് പുറത്തേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴത്തേനും അവിടെ നിന്നിരുന്ന രേവതി പറഞ്ഞു, പൂജ ചെയ്ത് എല്ലാരെയും കൂടെ കയ്യിലെടുത്തേക്കുന്ന കണ്ടില്ലേ, പൂജ വഴിപാടുകളൊക്കെ ചെയ്ത് ഓരോരുത്തരും കയ്യിലെടുത്തിരിക്കുന്നു പറയണം. ഇത് കേട്ടും ദേവേനും പറഞ്ഞു, നീ ആരാന്നാ നിന്റെ വിചാരം? ഈ വീട്ടിൽ പൂജകളും വഴിപാടുകളൊക്കെ നടത്തി ഈ വീട്ടിലെ ആണുങ്ങളെ ദൈവങ്ങളെ പോലും കയ്യിലെടുക്കാന്ന് നിനക്കൊരു വിചാരമുണ്ട്, അതൊക്കെ വെറുതെയാന്ന് പറയണം. നയന പറഞ്ഞു, അതെ അമ്മേ, പൂജകളും വഴിപാടുകളും ചെയ്തിട്ട് ആരും കയ്യിലെടുക്കാനൊന്നും പറ്റത്തില്ല. അറിയാലോ, നമ്മൾ എല്ലാവരുടെ സ്നേഹത്തോടു കൂടി ഇടപെടണം. നമ്മൾ സ്നേഹത്തോടു കൂടി മറ്റുള്ളവരെ സമീപിച്ചാൽ മാത്രമേ നമുക്ക് തിരികെ സ്നേഹം കിട്ടുള്ളൂ. പിന്നെ ഇവിടുത്തെ ആണുങ്ങളുടെ കാര്യം, അവരൊക്കെ ഞാൻ വേറൊന്നും പൂജകളും വഴിപാടുകളും അവർക്ക് വേണ്ടി ചെയ്തിട്ടില്ല. പക്ഷെ അവരെ ഞാൻ സ്നേഹിക്കുന്നുണ്ട്. ഈ വീട്ടിലെ എല്ലാവരെയും സ്നേഹിക്കുന്ന പോലെ അവരെ ഞാൻ സ്നേഹിക്കുന്നുണ്ട്. അവരുടെ സ്നേഹം തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് അവരെനിക്ക് ആ സ്നേഹം തിരിച്ചറിയുന്നു. അതിനകത്ത് അമ്മ വേറെ ഇനിയിപ്പോ ഒരു മായം കലർത്തേണ്ട കാര്യമില്ലെന്ന് പറയണം. ദേവേന് പറഞ്ഞു, അത് പിന്നെ അങ്ങനെയല്ലേ, എന്ത് പറഞ്ഞാലും നിനക്ക് അതിന് ഉത്തരവുണ്ടല്ലോ. പക്ഷേങ്കില് നിനക്ക് ഇവിടുത്തെ ആണുങ്ങളെ മാത്രം കയ്യിലെടുക്കാൻ പറ്റുള്ളൂ, ബാക്കി ആരും കയ്യിലെടുക്കാൻ പറ്റില്ലല്ലോ എന്ന് പറയണം. നയന പറഞ്ഞു, അതേമ്മേ, അമ്മയ്ക്ക് അങ്ങനെയൊക്കെ ചില തോന്നലുകളുണ്ടാവും. എന്താണെങ്കിലും എനിക്ക് ആ കാര്യത്തിലൊരു സംശയമില്ല. എനിക്ക് എന്തായാലും അങ്ങനെ ആരും കയ്യിലെടുക്കണമെന്ന് വലിയ ആഗ്രഹങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. ഞാൻ ഇന്ന് നേരിന്റെ വഴി തന്നെയാ പോകുന്നത്. പിന്നെ പൂജകളൊക്കെ ചെയ്യുന്ന ഈ കുടുംബത്തിന് സമ്പത്ത് സമൃദ്ധിയും ഐശ്വര്യവും ഉണ്ടാവാൻ വേണ്ടി മാത്രമാണ്. ദൈവത്തെ നമ്മൾ പ്രീതിപ്പെടുത്തണമല്ലോ, അതിനു വേണ്ടി മാത്ര, അല്ലാതെ ഇപ്പൊ ആരെയും കയ്യിലെടുക്കാനൊന്നും അല്ലെന്ന് പറഞ്ഞിട്ട് നയനെ അങ്ങോട്ട് പോവാണ്. പോക്ക് കണ്ടതും രേവതി ദേവേനോട് പറഞ്ഞു, കണ്ടില്ലേ അവളുടെ അഹങ്കാരം കണ്ടില്ലേ? ചെറിയ അഹങ്കാരം ഒന്നുമില്ല ദേവേനെ ചെയ്ത്, നല്ല അഹങ്കാരം തന്നെ അവൾക്ക്. ഇത് കേട്ടതിന് ദേവേന പറഞ്ഞു, അവൾ എത്ര കാലം അഹങ്കരിക്കാൻ പോന്നെ? അവൾക്കിട്ടുള്ള പണി ഞാൻ കൊടുക്കുന്നുണ്ട്. 41 ദിവസം ആദർശം നോയമ്പെടുത്ത് മലയ്ക്ക് പോയിട്ട് വട്ടെ. ആ 41 ദിവസത്തിനുള്ളിൽ തന്നെ അവളെ അവനെയും കൂടെ ഞാൻ അകറ്റും, ആദർശിനെ നയനയും കൂടെ. അത് മാത്രമല്ല, പോയിട്ട് വന്നാൽ അവളുടെ വിചാരം എന്താ? ഹണിമൂൺ ട്രിപ്പ് പോകാൻ ഓർത്താണ് അവൾ ഇരിക്കുന്നത്. അങ്ങനെ അവൾ ഹണിമൂൺ ട്രിപ്പ് ഒന്നും പോകാൻ പോകുന്നില്ല. അവൾക്കിട്ടുള്ള പണി ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. അവളുടെ വിചാരം എന്താ? ഇന്നല്ലെങ്കിൽ നാളെ എല്ലാം ശരിയാവുന്ന ഒരു കുഞ്ഞിനെ ഇപ്പൊ തന്നെ കുഞ്ഞിനെ കിട്ടുമെന്നൊക്കെ പറഞ്ഞ് പ്രതീക്ഷയോടെ കാത്തിരിക്കുക അവള്. അവളുടെ മോഹങ്ങളൊന്നും ഉടനെ നടക്കാനൊന്നും പോകുന്നില്ല. ഈ ദേവയാനായിട്ട് കളിച്ച് എങ്ങനെ ഇരിക്കുന്ന അവൾക്ക് അറിയത്തില്ല. ഞാൻ അവളെ കളി പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് എന്നൊക്കെ പറയാണ്. അനാമി പറഞ്ഞു, ശരി തന്നെയാ. ഇതേ അനീത്തി മാത്രല്ല, ചേട്ടത്തിയും കണക്കാ, രണ്ടുപേരും കണക്കാ. ചേട്ടത്തിന്ന് പോയിട്ടുണ്ട് സ്വന്തം വീട്ടിലേക്ക്. ഇത്രയും ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ പൊരിഞ്ഞ വഴക്കായിരുന്നു. നേർക്ക് നേരെ നോക്കിയ മിണ്ടത്തിലായിരുന്നു. ഇപ്പൊ എന്തൊരു സ്നേഹമാണെന്നറിയാവോ? ഇതേടൻ ജലജ പറഞ്ഞു. ജലജല്ല, ദേവേനെ പറഞ്ഞു, അതെ, അബിയുടെ അങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കേണ്ട കാര്യമൊന്നുമില്ല. അബിയുടെ സ്വഭാവം ഇവിടെ എല്ലാവർക്കും നന്നായിട്ട് അറിയാവുന്ന. അവന്റെ സ്വഭാവം എപ്പോഴും ഏത് സമയം മാറുന്നതെന്നൊന്നും പറയാൻ പറ്റില്ലെന്ന് പറയാണ്. ഇത്രയൊക്കെ പറഞ്ഞിട്ട് ദേവേനെ അങ്ങോട്ട് പോവാ. ദേവേനെ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും അനാമികയോട് രേവതി പറഞ്ഞു, കണ്ടില്ലേ അവൾ ഈ വീട്ടിലെ എല്ലാരും കയ്യിലെടുക്കുന്ന എങ്ങനെയാന്ന്? പൂജകളും വഴിപാടുകളൊക്കെ നടത്തിയ അവളാണ് പൂജാമുറി കയറി പ്രാർത്ഥനകളും കാര്യങ്ങളും എല്ലാം നടത്തുന്നത്, പൂജയൊക്കെ ചെയ്യുന്നേ. മോളെ, നീ ഒരു കാര്യം ഓർത്തണം, എല്ലാ കാര്യങ്ങളും നീ പഠിച്ചു വെച്ചോണം. ഈ വീട്ടിൽ ആദ്യം കയ്യിലെടുക്കേണ്ട ആരെയാണെന്നറിയാവോ? ഇവിടുത്തെ മുത്തശ്ശനെ മുത്തശ്ശിയോ, അവരെ കയ്യിലെടുത്തിട്ട് നീ കാര്യമുള്ളൂ, അല്ലാതെ വേറെ ആരും കയ്യിലെടുത്തിട്ട് കാര്യമില്ലെന്ന് പറയണം. അപ്പോഴേക്കും ജലജ അങ്ങോട്ട് വന്നു. ജലജ വന്നിട്ട് ചോദിച്ചു, ആഹാ, എന്താ രണ്ടുപേരും കൂടെ എന്തേലും ഒരു തന്ത്രം ഒപ്പിക്കാനാണെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടതും രേവതി പറഞ്ഞു, എന്റെ മനസ്സിൽ ചില പ്ലാനുകളും പദ്ധതികളും ഉണ്ട്. അതെന്താളും ഞാൻ അങ്ങ് നടത്താൻ തീരുമാനിച്ചു. ഇനി അങ്ങനെ വെറുതെ കിട്ടിയിട്ട് കാര്യമില്ല. എന്റെ മോളെ ദ്രോഹിച്ചോളെന്ന് ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ലെന്ന് പറയാണ്. ഇപ്പൊ തന്നെ ദേവേനടുത്തേക്കാണെങ്കിൽ നായനോട് കട്ടക്കലിപ്പ, കണ്ണെടുത്ത് അവളെ കാണത്തില്ല. ഈ കുടുംബത്തിലെ ആണുങ്ങളെല്ലാം കയ്യിലെടുത്തിരിക്കുന്നു പറഞ്ഞുകൊണ്ട് അവളെ നല്ല ചീത്ത പറഞ്ഞിപ്പോ അങ്ങോട്ട് വിട്ടതോളെന്ന് പറയാണ്. ഇത് കേട്ടൻ ജലജ പറഞ്ഞു, അതെ, അതിനകത്തൊന്നും വലിയ കഥയൊന്നുമില്ല. ഏട്ടത്തെ ഇങ്ങനെയൊക്കെ പറയും, കാരണം ആദർശിനെ നയനെയൊക്കെ കുറ്റം പറയും. പക്ഷെങ്കിലുണ്ടല്ലോ, ആദർശിന്റെ കാര്യം വരുമ്പം ഏട്ടത്തി ഇച്ചിരി സെൽഫിഷ് ആള്. ആ ഏട്ടത്തിനെ അറിയത്തില്ലാത്തോണ്ടാ. ആദർശം എന്ന് പറഞ്ഞ ഏട്ടത്തിക്ക് ജീവനാ. ആദർശിന് വേണ്ടി ജീവൻ കളയാൻ പോലും തയ്യാറായി നടക്കുന്ന ഏട്ടത്തിയാ. ഇപ്പോഴും ആദർശിനെ കുറ്റം പറയുമെങ്കിലും ഏട്ടത്തിന്റെ സ്വഭാവം അറിയത്തില്ലാഞ്ഞിട്ടാന്ന് പറയാ. ഇത് കേട്ടാൻ രേവതി അനാമിക ഒന്ന് പരസ്പരം നോക്കുവാണ്. പിന്നീട് അവർ പറഞ്ഞു, അതെ, എന്തേലും ചെയ്യാണ്ട് നേരത്തെ തന്നെ ചെയ്യണം. അവൾമാർ ഇവിടെ നിന്ന് ഓടിക്കാനായിട്ട് ഞാൻ നോക്കിയിട്ട് എന്നെ കൊണ്ട് പറ്റില്ല. ഞാൻ എന്തെങ്കിലും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ ഈ കുടുംബത്തില് എല്ലാരും കൂടെ എന്റെ തല തല്ലി പറിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ചെയ്യാൻ പറയണം. അനാമ പറഞ്ഞു, അതിനുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ ശരിയാക്കി വെച്ചിട്ടുണ്ട് അപ്പച്ചി, അധികം വൈകാതെ നടക്കും. എനിക്കിട്ട് പണി തന്നവളാണെങ്കിൽ അവളെ ഞാൻ വെറുതെ വിടാനായിട്ട് ഉദ്ദേശിച്ചിട്ടില്ല. ഇത് കേട്ടതും ജലജ പറഞ്ഞു, എന്ത് വേളം ചെയ്തോ, എനിക്കൊരു കുഴപ്പമില്ല. എന്റെ മരുമോളാന്ന് പറയാൻ പോലും എനിക്ക് വെറുപ്പാ. കാരണം അവൾ അത്രയ്ക്ക് ദ്രോഹം എന്നോട് ചെയ്തിട്ടുണ്ടെന്ന് പറയാം. അവള് കാരണം ഇപ്പോഴും എനിക്ക് ഈ വീട്ടില് ഒരു വിലയില്ലാതെ ഞാൻ ഇരിക്കുന്ന അറിയാമെന്ന് ചോദിക്കുകയാണ്.
രേവതി പറഞ്ഞു, അതോർത്ത് പേടിക്കണ്ട കേട്ടോ, എന്താണെങ്കിലും അവൾക്കിട്ടുള്ള പണി ഞങ്ങൾ കൊടുത്തോളാന്ന് പറയാണ്. പിന്നീട് അനാമികനെയും കൂട്ടിയിട്ട് അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാ. അതിനുശേഷം അനാമിയോട് പറഞ്ഞു, അതെ മോളെ, ഒരു കാര്യം പറഞ്ഞേക്കാം, നമുക്ക് നേരെ ചെല്ലുന്നേ എങ്ങോട്ടെന്നറിയോ, നിന്റെ മൂർത്തി മുത്തച്ഛന്റെ മുറിയിലേക്ക് അങ്ങോട്ട് ചെല്ലാം. അവിടെ ചെന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ പറയുന്ന പോലെ എല്ലാം മോള് നന്നായിട്ട് അങ്ങോട്ട് അഭിനയിച്ചോളെന്ന് പറയാം. അല്ലമ്മേ, അവിടെ ചെന്നിട്ട് എന്ത് ചെയ്യാനാ? എനിക്കാണെങ്കിൽ ആ കിളവിയുടെ മുഖം കാണുമ്പോൾ തന്നെ ദേഷ്യം വരും. അവർക്ക് എപ്പോഴെന്ത് പറഞ്ഞാലും ഒരു നയനപുരാണം മാത്രമേ ഉള്ളൂ. നയനെ കണ്ടുപിടിക്കണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണമെന്നും പറഞ്ഞോണ്ട് എത്രയെന്ന് വെച്ചാൽ അമ്മേ സഹിക്കുകയോ ക്ഷമിക്കുകയോ ചെയ്യുന്നെന്ന് പറയാം. മോളെ, അവിടെയാണ് നിന്റെ കഴിവ് നീ തെളിയിക്കേണ്ടേ. ഇച്ചിരി നമ്മൾ താണ് കൊടുക്കേണ്ട സ്ഥലത്ത് നമ്മൾ താണ് കൊടുക്കുക തന്നെ ചെയ്യണം, അറിയാലോ. വരാൻ പറയാണ്. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ മുത്തശ്ശന്റെ മുത്തശ്ശിയുടെ മുറിയിലേക്ക് അങ്ങോട്ട് ചെല്ലുവാണ്. ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും മുത്തശ്ശൻ പറഞ്ഞു, ആഹാ അനാമിക മോളോ, വാ ഇങ്ങോട്ട് വരാനൊക്കെ പറഞ്ഞ് വിളിക്കുവാണ്. പിന്നീട് മുത്തശ്ശൻ ചോദിച്ചു, എന്താ മോളെ പതിവില്ലാതെ? ഇത് കേട്ടൻ രേവതി പറഞ്ഞു, അതെ മൂർത്തി സാറേ, ഇവിടെ എന്തൊക്കെ നടക്കണേന്ന് വല്ലതും അറിയുന്നുണ്ടോ എന്ന് ചോദിക്കാം. അല്ല ഇപ്പൊ എന്താ പുതിയതായിട്ട്? അല്ല ഇന്നലെ തന്നെ കണ്ടില്ലേ, എന്റെ മോളുടെ വയറ് കേടാക്കി. എന്റെ മോളുടെ മാത്രം എന്റെയും വയറ് കേടാക്കി. അതിനെല്ലാം കാരണക്കാരായവര് ഇപ്പൊ ഒരു കുഴപ്പമില്ലാതെ ഓടിച്ചാടി നടക്കുന്നുണ്ട്. എന്ത് ചെയ്യാനാന്ന് പറ. ഇതേ എന്റെ മോളെ ഞാൻ വലിയ പ്രതീക്ഷയോടുകൂടി എങ്ങോട്ട് കല്യാണം കഴിപ്പിച്ചു വിട്ടെ. ഇങ്ങനെയാണെങ്കിൽ ഇവിടെ ഞാൻ തിരിച്ചു പോയി കഴിയുമ്പോൾ എന്റെ മോൾക്ക് ജീവൻ ഉണ്ടാവുന്ന പോലും എനിക്ക് സംശയം ഉണ്ടെന്ന് പറയാം. ഇത് കേട്ടത് മുത്തശ്ശി പറഞ്ഞു, രേവതി നീ അതൊന്നും ഓർത്ത് പേടിക്കണ്ട. ഇന്നലെ എന്തോ സംഭവിച്ചെന്ന് ഓർത്തോണ്ട് എപ്പോഴും അങ്ങനെ ആവണമെന്നില്ലല്ലോ. ഇത് മനഃപൂർവ്വം കരുതി കൂട്ടി ആരോ ചെയ്തതാ മുത്തശ്ശി എന്ന് അനാമിക പറയാ. എന്നെ ആ നവ്യ ഉണ്ടല്ലോ അവര് വെല്ലുവിളിക്കാൻ ചെയ്താന്ന് പറയാണ്. ഇത് കേട്ടത് മുത്തശ്ശൻ പറഞ്ഞു, മോളെ നവ്യെന്ന് അങ്ങനെ പേരെടുത്ത് വിളിക്കേണ്ട കാര്യമില്ല, നിന്റെ ഏട്ടത്തിയാണ്, അതുകൊണ്ട് ചേച്ചിന്ന് വിളിച്ചാൽ മതി എന്ന് പറയാം. അല്ല അത് പിന്നെ ഞാൻ ദേഷ്യം വന്നോണ്ടാ മുത്തശ്ശാന്ന് പറയണം. മുത്തശ്ശൻ പറഞ്ഞു, ദേഷ്യമൊക്കെ നമ്മൾ നിയന്ത്രിക്കാനായിട്ട് പഠിക്കണം, അറിയാലോ എന്ന് പറയണം. എന്നാലും എനിക്ക് സഹിക്കുന്നില്ല മുത്തശ്ശ, എന്നെ ഇവിടുന്ന് പുറത്തിയാടിക്കാനായിട്ടാ അവര് ശ്രമിച്ചോണ്ടിരിക്കുന്നത്. എന്നാലും ഞാനൊരു തെറ്റും അവരോട് ചെയ്തിട്ടില്ല. ഒരു പക്ഷെ ഞാൻ ഇച്ചിരി പൈസകളെ വീട്ടിൽ നിന്ന് വന്നുകൊണ്ട് അവർക്ക് അങ്ങോട്ട് സഹിച്ചില്ല എന്ന് തോന്നുന്നു, അതുകൊണ്ടായിരിക്കും എന്ന് പറയാം. മുത്തശ്ശി പറഞ്ഞതേ, നയനമ്മളുടെ കാര്യത്തിൽ നയനമ്മൾക്ക് അങ്ങനെ ഒരു അസൂയയില്ല. അവൾക്ക് പണത്തോടോ സ്വർണത്തിനോടോ പണ്ട് മുതലേ ആർത്തി ഉള്ളതല്ല. അതുകൊണ്ട് അവളെ ഈ കൊടുത്തിപ്പെടുത്തേണ്ട കാര്യമില്ലെന്ന് പറയാം. നയനെ ഒരിക്കലും പായസത്തിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും പണി തരാനായിട്ട് അവൾ മനഃപൂർവ്വം ഒന്നും ചെയ്യത്തില്ല എന്ന് പറയാണ്. പിന്നീട് മുത്തശ്ശൻ പറഞ്ഞു, അതെ അതോർത്ത് പേടിക്കണ്ട കേട്ടോ, നയനമ്മളുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് നല്ല പൂർണ്ണ വിശ്വാസം ഉണ്ടെന്ന് പറയണേ. പിന്നെ മുത്തശ്ശൻ പെട്ടെന്ന് കൈ ഇങ്ങനെ കുടയുക. എന്ത് പറ്റി മുത്തശ്ശാന്ന് അനാമിക ചോദിക്കുക. കൈക്ക് എന്തോ ഒരു വേദന ആണോ, ഞാൻ തിരുമ്മി തരാന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ അനാമിക എന്ത് ചെയ്യണം, മൂർത്തി മുത്തശ്ശന്റെ കൈ പിടിച്ചിങ്ങോട്ട് തിരുമ്മി കൊടുക്കുകയാണ്. ഇതെല്ലാം കണ്ട് രേവതി ഉള്ളാലെ ചിരിച്ചു. കൊള്ളാം, സൂപ്പർ ആയിട്ടുണ്ട്, ഇങ്ങനെ തന്നെ വേണം മുത്തശ്ശനെ കയ്യിലെടുക്കാനായിട്ട്. അങ്ങനെ കൈയൊക്കെ തിരുമ്മി കൊടുത്തോണ്ടിരുന്നപ്പം അനാമിക പറഞ്ഞു, അത് മുത്തശ്ശ ഒരു കാര്യം ഞാൻ പറയാം, എനിക്ക് ഇവിടെ നിൽക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടെന്ന് പറയാം. അതെന്താ നമ്മളെ അങ്ങനെ പറഞ്ഞേ? എനിക്കെന്തോ കൂട്ടുകുടുംബം കുഴപ്പമില്ല, ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് എനിക്ക് നല്ല പ്രതീക്ഷയായിരുന്നു, എല്ലാവരും ഉണ്ടല്ലോ, നല്ല സന്തോഷത്തോടെ കഴിയാലോ എന്നൊക്കെ ഓർത്ത്. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പം എന്നോടുള്ള അവരുടെ പെരുമാറ്റം അതത്ര ശരിയല്ല എന്ന് പറയാണ്. ഇത് കേട്ട രേവതി പറഞ്ഞു, ഇന്നത്തെ കാലത്ത് കൂട്ടുകുടുംബം ഒന്നും അത്ര പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യമല്ല. ഇപ്പൊ തന്നെ കണ്ടില്ലേ, ഓരോ പ്രശ്നങ്ങളായിട്ട് ഇങ്ങോട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് എന്റെ അഭിപ്രായത്തിൽ ഞാൻ നോക്കിയിട്ട് എല്ലാവർക്കും അവരുടെ വീതം കൊടുത്ത് അവരെ അങ്ങ് സെപ്പറേറ്റ് ആക്കുവാണെങ്കിൽ ഒരു കുഴപ്പമില്ലെന്ന് പറയാം. അവനവന്റെ കാര്യം നോക്കിക്കൊണ്ട് പോവുകയും ചെയ്തോളും എന്നും ഈ സ്നേഹബന്ധമൊക്കെ നിലനിർക്കുകയും ചെയ്യും. അല്ലാതെ ഒരു കൂട്ടുകുടുംബമായിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ ദിവസം ഓരോ പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നു പറയാം. ഇത് കേട്ടത് മുത്തശ്ശൻ പറഞ്ഞു, ഇത്രയും നാളിങ്ങനത്തെ പ്രശ്നങ്ങൾ വലിയ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. പിന്നെ കുടുംബം അല്ലേ, ഈ അല്ലാതെ ചില പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ നമ്മൾ തരണം ചെയ്താൽ കൂടെ മുന്നോട്ട് പോകണം. പ്രത്യേകിച്ച് ഒരു കൂട്ടുകുടുംബം ആകുമ്പോൾ എല്ലാവരും ഒരേപോലെ അല്ലല്ലോ, എല്ലാ മനുഷ്യന്മാർക്കും ഒരേ സ്വഭാവമല്ല ദൈവം കൊടുത്തിരിക്കുന്നത്. അങ്ങനെയാണ് പിന്നെ അതിനകത്ത് എന്താ ഒരു അർത്ഥമുള്ളത്? അപ്പൊ നമ്മുടെ കൈ തന്നെ നോക്കിയേ, കൈക്കകത്ത് 5 വിരലുണ്ട്, 5 വിരലും ഒരേപോലെ അല്ലോ, വലിപ്പ വ്യത്യാസം തന്നെ ഇല്ലേ എന്ന് ചോദിക്കുകയാണ്. അതുപോലെയാണ് മനുഷ്യന്മാരുടെ കാര്യം. അപ്പൊ നമ്മൾ ഈ ഒരു കൂട്ടുകുടുംബത്തിൽ കഴിയുമ്പോൾ അതിൻ്റെതായ രീതിയിൽ നിൽക്കണമെന്ന് പറയാം. ഒരു പക്ഷേങ്കിൽ അനാമിക മോള് ഒറ്റ മോളുണ്ടായിട്ട് അങ്ങനെ വളർന്നു വന്നുകൊണ്ടായിരിക്കും മോൾക്ക് പെട്ടെന്ന് ഈ കുടുംബമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ ഇത്ര ബുദ്ധിമുട്ടെന്ന് പറയാം. അനാമിക പറഞ്ഞു, എനിക്ക് അങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല, പക്ഷേങ്കിൽ എന്തോ എനിക്ക് ഇവിടെ അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല. അത് മാത്രമല്ല അനിയുടെ സ്വഭാവം, അനിക്കാണെങ്കിൽ ഇത്രയും കാലമായിട്ട് എന്നോട് സ്നേഹത്തൊരു വാക്ക് പറയാൻ പോലും സമയമില്ല, എന്നെ ഒന്നും മൈൻഡ് പോലും ചെയ്തിട്ടില്ലെന്ന് പറയണം. മുത്തശ്ശി പറഞ്ഞു, അത് പിന്നെ മോള് അങ്ങോട്ട് ഇടിച്ചു കയറി ചെല്ലണം. അനിയുടെ സ്വഭാവം അറിയാലോ, കാരണം അവൻ ഇവിടെ എല്ലാവരോടും ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെയാണ് അനിയനെ, ഈ കുടുംബത്തിൽ എല്ലാവർക്കും അവനെ ഇഷ്ടമാണ്. അവന്റെ സ്വഭാവം അങ്ങനെയാ. പിന്നെ അവന്റെ മനസ്സിൽ മോൾക്ക് ഇടം നേടാൻ പറ്റിയില്ലെങ്കിൽ അത് മോളുടെ കുഴപ്പമാണെന്ന് ഞങ്ങൾ പറയത്തുള്ളൂ. അവന്റെ അടുത്ത് പോയി ഒരു സന്തോഷത്തോടുകൂടി സമാധാനത്തോടുകൂടി സംസാരിക്കുകയാണെങ്കിൽ ഇങ്ങനെയൊന്നും മോള് പറയത്തില്ലെന്ന് പറയണം. അനാമിക പറഞ്ഞു, ഇപ്പൊ കുറ്റം മുഴുവൻ എന്റെ തലയിലാണെന്ന് ചോദിക്കുക. അതല്ല പറഞ്ഞേ, മോള് മനസ്സൊന്ന് ചിന്തിച്ചു നോക്കാൻ പറയണം. കേട്ടോന്ന് രേവതിക്ക് നല്ല ദേഷ്യം വന്നു. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? പിന്നീട് അനാമിക പറഞ്ഞു, എനിക്ക് എന്തായാലും ഇവിടെ താമസിക്കുന്ന ഒരു താല്പര്യമില്ലെന്ന് പറയണം. എന്താ നിനക്ക് വേറെ പോണമെന്നുണ്ടോന്ന്
മുത്തശ്ശൻ ചോദിക്കുകയാണ്. ഇത് കേട്ടൻ രേവതി പറഞ്ഞു, അല്ല അവരുടെ വീതം അങ്ങോട്ട് കൊടുക്കുകയാണെങ്കിൽ അതല്ലേ നല്ലതെന്ന് ചോദിക്കുക. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മുത്തശ്ശൻ പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറയാം, അങ്ങനെയെങ്കിലും വീതം വെക്കുവാണെങ്കിൽ എല്ലാ അതിനും ദേ ഒരു കാര്യം ഞാൻ പറയാം, ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തേണ്ട ആള് ആദർശൻ നയനേവാ. ഇനി ഭാവി എനിക്ക് കാലശേഷം ഇവിടെ അധികാരത്തിൽ വരാൻ പോകുന്ന ഈ കുടുംബത്തെ മുന്നോട്ട് നയിക്കണം അവർ തന്നെയായിരിക്കും. ദേവയാനിക്ക് പോലും ഞാൻ ആ സ്ഥാനം കൊടുത്തിട്ടില്ല. കാരണം എനിക്കറിയാം ഈ കുടുംബം ഭരിക്കാനായിട്ട് ഒരു കുടുംബത്തെ മുന്നോട്ട് നയിക്കാൻ ഹെൽപ്പുള്ള ആർക്കാന്ന്. അതുകൊണ്ട് നയനയ്ക്കാണ് ഞാൻ ആ സ്ഥാനം കൊടുത്തിരിക്കുന്നത്. ഇനിയിപ്പം വീതം വെച്ചാൽ പോലും കമ്പനിയുടെ കാര്യങ്ങള് ജൂവലറിയുടെ കാര്യങ്ങളെല്ലാം ആദർശമായിരിക്കും നോക്കുന്നത്. അവനായിരിക്കും MD സ്ഥാനം. അവൻ എത്ര കാലം അവൻ പറ്റില്ല എന്ന് വരുന്നോടം വരെ അവനായിരിക്കും ഈ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. ആ സ്ഥാനം വേറെ ആർക്കും ഞാൻ കൊടുക്കാനായിട്ട് ഉദ്ദേശിച്ചിട്ടില്ല. അതുകൊണ്ട് അങ്ങനെ ആരുടെയും മനസ്സിൽ എന്തെങ്കിലും ചിന്തയുണ്ടെങ്കിൽ അതങ്ങോട്ട് കളഞ്ഞേക്കാൻ പറയാം. കാരണം അനിയേയും അതുപോലെ തന്നെ അനാമികേനെയും ജൂവലറിയിലേക്ക് കയറ്റി വിടണം. അതുപോലെ തന്നെ നല്ല പൊസിഷൻ എത്തണം, MD സ്ഥാനമൊക്കെ വേണം. അങ്ങനെയൊക്കെ ചിന്തയൊക്കെ രേവതിയുടെ അനാമികയുടെ മനസ്സിലുണ്ടായിരുന്നു. എന്തായാലും ആ ആഗ്രഹം ആദ്യമേ മുളയിലെ തന്നെ നുള്ളുവാണ് മുത്തശ്ശൻ പറഞ്ഞു, അതിനൊരു മാറ്റം ഉണ്ടാവില്ല. എന്തൊക്കെ വീതം വെച്ചെന്ന് പറഞ്ഞാൽ ആദർശനായിരിക്കും എല്ലാത്തരത്തെ സ്ഥാനം. അത് ഞാൻ ആദ്യമേ അങ്ങോട്ട് പറഞ്ഞേക്കാം എന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ രേവതിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. രേവതി അനാമയോട് വാ മോളെ നമുക്ക് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങി പോരുവാണ്. അവരങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ മുത്തശ്ശൻ പറഞ്ഞു, കണ്ടില്ലേ ഓരോരുത്തരുടെ മനസ്സിലിരിപ്പ് പുറത്തു വരുന്ന കണ്ടില്ലേ, ഇതാ ഞാൻ പറഞ്ഞത്. ഈ കുടുംബത്തെ സഹായിക്കാനായിട്ട് പലരും ഇവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കും. പക്ഷേങ്കിൽ ഈ കുടുംബത്തെ മുന്നോട്ട് നയിക്കാൻ എന്തുകൊണ്ടും യോഗ്യരായിട്ടുള്ള ആദർശൻ നയനയാണ്. അത് നമുക്ക് അന്നാ കത്തെഴുതി ഇട്ടപ്പോൾ തന്നെ മനസ്സിലായതല്ലേന്ന് ചോദിക്കുക. മുത്തശ്ശി പറഞ്ഞു, അത് ശരിയാന്ന് പറയാണ്. പിന്നീട് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പം രേവതി പറഞ്ഞു, കിളവന്റെയും കിളവയുടെ ഉള്ളിലിരിപ്പ് കണ്ടോ, ആദർശൻ നയനെ ഉള്ളിടത്തോളം കാലം ഒന്നും ശരിയാകത്തില്ല. ആ നയനെ ഇവിടുന്ന് എങ്ങനെയാലും ഒന്ന് കെട്ടുകെട്ടിക്കണം, എങ്കിൽ മാത്രം നമുക്കൊരു പിടിച്ചുവെപ്പ് ഉണ്ടാവുള്ളൂ എന്ന് പറയണം. അതേമേ ആദ്യം ആ നവ്യക്കിട്ട് പണി കൊടുക്കണം, അതിനുശേഷം ആ നയനക്കിട്ട് കൊടുക്കണമെന്ന് പറയണം എന്നും പറഞ്ഞുകൊണ്ട് അവരങ്ങോട്ട് ഇറങ്ങി പോവാണ്. ആ സമയം ജൂവലറിയിലേക്ക് നയന ചെല്ലുന്നുണ്ട്. അപ്പൊ അന്ന് ആദർശ് രാവിലെ പോയി കഴിഞ്ഞപ്പോൾ ഫുഡൊന്നും കഴിക്കാതെ ആദർശ് പോയത്. അതുകൊണ്ട് നയന എന്ത് ചെയ്യണം, ആദർശിനുള്ള ഫുഡൊക്കെ ആയിട്ട് കമ്പനിയിലേക്ക് ചെല്ലുവാണ്. അങ്ങനെ ചെന്നപ്പോൾ ആദർശ്, നീ ഇതെന്താ ഇന്ന് പതിവിലും വിപരീതമായിട്ട്, അല്ല ആദർശേട്ടൻ രാവിലെ ഒന്നും ഫുഡൊന്നും കഴിക്കാതല്ലേ എന്നെ, അതുകൊണ്ടാന്ന് പറയണം. ദേ ആദർശേട്ടൻ വന്നേ പട്ടിണി ഇരിക്കില്ല, ഞാൻ എടുത്തു തരാമെന്ന് പറഞ്ഞുകൊണ്ട് ചപ്പാത്തിയും കറിയൊക്കെ ആദർശിനെടുത്ത് കൊടുക്കുവാണ്. ആദർശ് അത് കഴിക്കുക. ആദർശോട് നിനക്ക് സങ്കടം ഉണ്ടോന്ന് നിൽക്കും. എന്തിനാ, അല്ല ഞാൻ മലയ്ക്കുവാൻ മാലയിട്ടേ, അതെന്തിനാ ആദർശേട്ടാ സങ്കടപ്പെടുന്നേ, അല്ല നിന്നെ അമ്മ ഒത്തിരി കുത്തി നോയിക്കുന്നുണ്ടല്ലേന്ന് ചോദിക്കണം. അതൊന്നും കുഴപ്പമില്ല, അതെ ആദർശേന്റെ മനസ്സ് നോവായിരുന്നാൽ മതി, എനിക്കിപ്പോൾ ഒരു പ്രശ്നമില്ല. ആരൊക്കെ എന്നെ എതിർത്ത് സംസാരിച്ചാലും എന്നോട് സ്നേഹം കാണിച്ചില്ലെങ്കിലും ആദർശാണ് എൻ്റെ കൂടെ ഉണ്ടല്ലോ. ഭർത്താവ് കൂടെ ഉണ്ടെങ്കിൽ ഒരു ഭാര്യയ്ക്കും പിന്നെ എന്തൊക്കെ ടെൻഷൻ വന്നാലും സഹിക്കാനായിട്ട് പറ്റും. കുടുംബത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും ഭർത്താവ് കൂടെ നിൽക്കുവാണെങ്കിൽ ഒരു സ്ത്രീയെ സംബന്ധിച്ചോളം ഏറ്റവും നല്ല കാര്യം അതായിരിക്കും ആദർശേട്ട. അതുകൊണ്ട് എനിക്ക് സങ്കടം വിഷമമൊന്നുമില്ല. ആദർശേട്ടൻ കഴിക്കാൻ പറയണം. അങ്ങനെ ആദർശിനെ ഫുഡ് കഴിപ്പിക്കുക. ഈ സമയം നവ്യേനെയും കൂട്ടിക്കൊണ്ട് അഭി നേരെ നവ്യയുടെ വീട്ടിലേക്ക് ഇങ്ങോട്ട് ചെല്ലുവാണ്. അങ്ങനെ അവർ രണ്ടും കൂടി ചെന്ന് കയറുമ്പോഴത്തേനും ആദ്യം ഗോവിന്ദൻ അങ്ങോട്ട് ഇറങ്ങി വരുന്നത്. രണ്ടുപേരെ കണ്ടപ്പോഴത്തേനും ഗോവിന്ദൻ ആദ്യം ഒന്ന് ഞെട്ടിപ്പോയി. പതിവില്ലാത്ത കാര്യമാണ് ആദ്യമായിട്ട് സംഭവിക്കുന്ന. കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര നാളായി, നവ്യ ഗർഭിണിയും കൂടെ. അതിനുശേഷം ആദ്യമായിട്ട് ഇങ്ങോട്ട് വരുന്ന, അയ്യോ നിങ്ങളോ, ബാ മക്കളെ എന്ന് പറഞ്ഞ് അകത്തേക്ക് വിളിക്കണം. പിന്നീട് കനകേനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇത് ആരാ വന്നിരിക്കുന്നു നോക്കാൻ പറയണം. കനകയും നന്ദുവും കൂടെ അങ്ങോട്ട് വന്നപ്പോൾ അവരെ കണ്ടു. പെട്ടെന്ന് നവ്യ ഓടിച്ചെന്ന് അമ്മേനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് അമ്മയെന്നും പറഞ്ഞുകൊണ്ട്. കനയ്ക്കും ഗോവിന്ദനും ഒക്കെ ഭയങ്കര സന്തോഷമായി അവരങ്ങോട്ട് ചെന്നേല്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നത്. ഇനി അഭി എന്തൊക്കെ തന്ത്രങ്ങൾ എടുക്കുമെന്ന് അറിയത്തില്ല. അവിടെ ചെന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് അഭിനയിക്കും. എന്നാലും ഇന്ന് മൂർത്തി മുത്തശ്ശൻ നല്ലൊരു പണി തന്നെയാണ് അനാമിക്കിട്ടൊക്കെ കൊടുത്തിരിക്കുന്നത്. ഇനി മുത്തശ്ശന്റെ തീരുമാനം എന്താന്ന് നമ്മൾ കണ്ടറിയണം. മുത്തശ്ശൻ എന്താണല്ലോ ഇവരുടെ ഉള്ളിലിരിപ്പൊക്കെ മനസ്സിലായി. ഇവരത്തെ പെർഫെക്റ്റ് അല്ല, അത്ര വെടിപ്പല്ലെന്നൊക്കെ മനസ്സിലായി. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.